സർക്കാർ സ്ഥാപനങ്ങളുടെ ഹബ്ബാക്കി കായംകുളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് എക്സൈസ് സഹകരണ മന്ത്രി എം ലിജു. വിവിധ വകുപ്പുകളുടെ പ്രധാന ഓഫീസുകളും പ്രൊജക്ടുകളും മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇത് സാധ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ലിജു പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളുടെ ഹബ്ബാക്കി കായംകുളത്തെ മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. കായംകുളത്തെ മികച്ച സ്ഥാപനങ്ങൾ കൊണ്ടുവരിക എന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്തുമൊക്കെ തന്നെ ജനങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ സ്റ്റേറ്റ് കെമിക്കൽ ലാബറട്ടറിയും മാതൃക എക്സൈസ് റേഞ്ച് ഓഫീസും കൃഷ്ണപുരം പോലീസ് സ്റ്റേഷനും കറ്റാനം ഫയർ സ്റ്റേഷൻ ഒക്കെ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ എത്തിച്ച് കായംകുളത്ത് നിരവധി സർക്കാർ ഓഫീസുകളുടെ അല്ലെങ്കിൽ മികച്ച ഓഫീസുകളുടെ ഒരു ഹബ്ബായി കായംകുളത്തെ മാറ്റുക എന്ന ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രധാന ഓഫീസുകളും പ്രൊജക്ടുകളും മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ലിജു പറഞ്ഞു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ വേഗത്തിൽ തന്നെ നടപ്പാക്കുന്നതിന് ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായും പദ്ധതികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ട എല്ലാ പ്രദേശങ്ങളെയും പരമാവധി പദ്ധതികൾ ലഭിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കായംകുളത്ത് പുതിയ ബെഞ്ചുകൾ, അതായത് കുടുംബ കോടതി, MACT, കൺസ്യൂമർ കോടതി തുടങ്ങിയ ബെഞ്ചുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഉള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ വകയിരുത്തപ്പെട്ടിട്ടുണ്ട്. 1 കോടി രൂപയുടെ പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നിയമവകുപ്പിന്റെ അനുമതി കൂടി വാങ്ങേണ്ടതുണ്ട്. കുടുംബ കോടതി, MACT, കൺസ്യൂമർ കോടതി തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റു തരത്തിലുള്ള അനുമതികളും ആവശ്യമാണ്. അതും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കായംകുളത്തിനായി ഇത്തവണ ലഭിച്ച മികച്ച പദ്ധതികൾ, ഇപ്പൊ കായംകുളത്ത് കൃഷ്ണപുരത്ത് പുതിയ പോലീസ് സ്റ്റേഷന് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെടുന്ന എക്സൈസ് മാതൃക റേഞ്ച് ഓഫീസ് അത് കായംകുളത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. കേരളത്തിൽ എക്സൈസ് കെമിക്കൽ ലാബറട്ടറി, അതായത് നിലവിലിപ്പോ പിടിക്കപ്പെടുന്ന കേസുകളിൽ കെമിക്കൽ എക്സാമിനേഷൻ ഫലം താമസിക്കുന്നുണ്ട്, രാസപരിശോധനാ ഫലം താമസിക്കുന്നതുകൊണ്ട് പല മയക്കുമരുന്ന് കേസിലെയും പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി എക്സൈസിന് സ്വന്തമായി കെമിക്കൽ ലാബറട്ടറി കൊണ്ടുവരാനുള്ള തീരുമാനം സംസ്ഥാന ബജറ്റ് പ്രസംഗത്തിൽ തന്നെ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. അത് നമ്മൾ കൊണ്ടുവരുന്നത് കായംകുളത്താണ്. കറ്റാനത്ത് പുതിയ ഫയർ സ്റ്റേഷൻ ഉള്ള പദ്ധതി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി പദ്ധതികൾ, നഴ്സിംഗ് കോളേജ്, സഹകരണ നഴ്സിംഗ് കോളേജ്, കായംകുളം ടൗൺ റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി 3 കോടി രൂപ തുടങ്ങി നിരവധി പദ്ധതികൾ. കായംകുളത്തെ വനിതാ പോളിടെക്നിക്കിനെ ജനറൽ പോളിടെക്നിക്കിനാക്കി മാറ്റുന്ന പദ്ധതിയും നമ്മുടെ മുമ്പിലാണ്. അപ്പൊ അങ്ങനെ നിരവധി ഇത്തരത്തിൽ കായംകുളത്തിന് അനുവദിച്ചിരിക്കുന്ന മികച്ച പദ്ധതികളെ പ്രാവർത്തികമാക്കാൻ വരും ദിവസങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ശ്രമമുണ്ടാകും. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും. വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിൽ കൂടുതൽ പദ്ധതികൾ കായംകുളത്തേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിൽ കൂടുതൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള പ്രാരംഭ നടപടിക്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പദ്ധതികളെല്ലാം മണ്ഡലത്തിൽ സമയബന്ധിതമായി പ്രാവർത്തികമാക്കാൻ ശക്തമായ ശ്രമമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.